ഹാ എന്ത് വലിച്ചു കയറ്റുന്ന പൊതുവെ താല്പര്യമാണ്. ഈ വെറും മൂടാപ്പിയാണ്, ഫുൾ സബ്സ്ക്രിപ്ഷനാണ്. ആരുടേത്? ആഷിക് 369 റിപ്ലൈ ആണ്. സോ ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ ആയിട്ടൊരു കാര്യം പറയുകയാണ്. ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക്ക് മേ ബി ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്നൊന്ന് കാണാൻ ശ്രമിക്കുക. എനിക്കറിയാം ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നരാടനാവുന്നു, വീഡിയോ ലേറ്റ് ആവുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫംഗ്ഷനിൽ ഭയങ്കര ബിസിയാണ്. ഇന്ന് ഫംഗ്ഷൻ കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ട് 8:24 നിങ്ങൾ കാണുന്നുണ്ട് പറയില്ല. എന്നിട്ട് ഞാനിതാ ഡ്രസ്സ് പോലും മാറ്റാണ്ടിരുന്ന് വീഡിയോ എടുക്കുകയാണ്. ഇനി വീഡിയോ എഡിറ്റ് ചെയ്ത് എനിക്ക് എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പം എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ വന്ന കമൻസൊക്കെ കണ്ടു. ഞാൻ ആ ഒരു വീഡിയോയിൽ അങ്ങനെ ഇടാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വർത്തമാനങ്ങൾ വരുന്നത് അല്ലെങ്കിൽ സംസാരങ്ങൾ വരുന്നത് ഉള്ളി അബൌട്ട് രേണു ചേച്ചീൻ്റെ കണ്ടന്റ് എന്തിനു ചെയ്യുന്നു, രേണു ചേച്ചീനെ ഒന്ന് വിട്ടുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കാണ്. അവർക്ക് വേണ്ടി ഞാനിടുന്നൊരു വീഡിയോ ആയിരുന്നു അത്. ഹോപ്പ്ഫുള്ളി കുറേ പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട്, രേണു പറഞ്ഞ മറുപടികളും ആ മറുപടിയെ കുറിച്ചിട്ടുള്ള എൻ്റെ പെർസ്പെക്റ്റീവുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൈഡിലൊരു റീല് കൊടുക്കുന്നുണ്ട്. ഈ റീല് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പ്ലേ ചെയ്തിരുന്നു. ഞാൻ ഒരിക്കലും ഒരാളുടെ ആക്ടിങ് സ്കില്ലിനെ കളിയാക്കുകയല്ല, പക്ഷേ സർക്കാസ്റ്റിക്കലി ആണ് രേണു ചേച്ചി കാണിച്ചത്. രേണു ചേച്ചി ആ കമൻറ്റിനെ സർക്കാസ്റ്റിക്കലി ഇങ്ങനെ പോർട്രേറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് ഈ റീലിനെ സർക്കാസ്റ്റിക്കലി ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യാൻ തോന്നി എന്ന് മാത്രം. അല്ലാണ്ട് നീ ഇത്രയല്ല അഭിനേത്രിയാണോ എന്ന് ചോദിക്കുന്ന ആളോട് ഞാൻ അഭിനേത്രിയല്ല, പക്ഷേ എനിക്കറിയാത്തൊരു സാധനം അറിയുമെന്ന് പറഞ്ഞ് ഞാൻ കളിക്കലില്ല. എന്തായാലും ഇതൊക്കെ രേണുസുതി ഫാൻസിന് ഏറ്റവും ഇഷ്ടമുള്ള റീൽസ് ആയിരിക്കും എന്നറിയാം. സോ ഗൈസ് ഡു അഡ്ജസ്റ്റ്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് രേണുസുതിയുടെ റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ദയാ ഗായത്രി ഒക്കെ ഗിഫ്റ്റ് ചെയ്ത റെഡ് ഡ്രസ്സാണ്. എന്നാലും നല്ല ഡ്രസ്സാണ്, നല്ല അടിപൊളി, നന്നായിട്ട് ചേരുന്നുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങളായി രേണു ചേച്ചിയുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് ഭയങ്കര ഒരു മോഡേണിസവും വെറൈറ്റീസും എല്ലാ ഇസവും കൂടെ കൂടിയതായിരുന്നു. അതിൽ നിന്ന് മാറി നല്ല ഒതുങ്ങിയ ഒരു ഡ്രസ്സ്. എനിക്ക് തോന്നുന്നു രേണുവിൻ്റെ അഞ്ചാമത്തെ എങ്ങാനും ഒരു ഷോർട്ട് ഫിലിമിൻ്റെ എന്തോ പരിപാടിക്ക് വന്ന സമയത്തുള്ള ക്ലിപ്പാണ് എന്നാണ് എൻ്റെ വിചാരം. കാരണം ഞാൻ ഭയങ്കര ഇരുന്ന് റെഫർ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് കണ്ട കുറേ പീസുകളിൽ ഇന്ന പീസുകൾ സംസാരിക്കാൻ തോന്നിയത് കൊണ്ട് ഞാൻ ആ പീസ് എടുത്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ പീസിലോട്ട് പോകാം. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണോ ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടവരൊക്കെ പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. അല്ലെങ്കിൽ ഇതെനിക്കറിയില്ല എന്താ സംഭവം. ഇപ്പോൾ ഒരു പ്രൊമോഷൻ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന്റെ ആവശ്യമുണ്ടോ, പ്രോഗ്രാം ആവശ്യമുണ്ടോ, മാനേജറെ കോൺടാക്ട് ചെയ്യുക. ഈ അടുത്ത സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ നിന്നൊരു സാധനമായിരുന്നു രേണുസുതിയുടെ ഒരു ചാറ്റ്. ഞാനും എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ എനിക്കതിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ ഒരു ചാറ്റിലോട്ട് കടക്കുന്നതിന് മുമ്പ് രേണു ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ചാറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ആ ചാറ്റ് കണ്ടിട്ടുള്ള വ്യക്തികൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയൂ എന്നുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, രേണുസുതി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അല്ല നല്ലോണം ഫേമസിൽ നിൽക്കുന്ന ഒരാളാണ്. ആ ആൾക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനെ വലിയൊരു അലിഗേഷൻ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്ത് അത് ഒരു ചാറ്റ്, ആ ചാറ്റ് ഇങ്ങനൊരു ഡബിൾ മീനിങ് ഉള്ള എക്സ്പോസ്ഡ് ആയി എന്ന് പറഞ്ഞൊരു സാധനം വരുന്ന സമയത്ത് എത്ര തിരക്കുള്ള മനുഷ്യനാണെങ്കിലും ഈ ചാറ്റ് ഒന്നും നോക്കൂലേ? എന്താ സാധനം നോക്കൂലേ? എന്തുകൊണ്ടാണ് രേണു ചേച്ചി ഈ ഒരു വിഷയത്തെ വളരെ സിമ്പിളാക്കി വിട്ടത്? രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നെഗറ്റീവ് കമൻ്റ് ഇട്ട ഞാൻ ഇന്ന് ഫസ്റ്റ് റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ്, ആ കമൻറ്റ് വരെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് രേണു. പക്ഷേ രേണുവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സ്യൽ വിഷയങ്ങൾ, ഒന്ന് ഹനാൻ പറഞ്ഞ ഒരു അബോഷൻ്റെ വിഷയം, രണ്ടാമത് ഈ ചാറ്റിൻ്റെ വിഷയം, മൂന്നാമത് എന്തോ സ്വർണ്ണക്കടത്ത് എന്നീ പറഞ്ഞ വിഷയങ്ങൾ. ഇങ്ങനത്തെ വിഷയങ്ങളോട് എന്തുകൊണ്ട് രേണുസുതി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം എനിക്കിതിൽ സ്റ്റാർട്ടിങ് ചോദിക്കണം. ഇനി രണ്ടാമത്തെ ഒരു സാധനം ചാറ്റ് AI ആവാം. ഓക്കെ, ചാൻസ് ഉണ്ട്. ഞാൻ ഒരിക്കലും അത് രേണുവിൻ്റെ ചാറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആൻഡ് എൻ്റെ ചാറ്റ് ആവാം.
ആൻഡ് നെക്സ്റ്റ് തിങ്, ഇങ്ങനൊരു ചാറ്റ് വരുന്ന സമയത്ത് അത് എൻ്റെ ചാറ്റ് അല്ല എന്ന് എന്തുകൊണ്ട് രേണു വന്ന് സംസാരിച്ചില്ല? കാരണം ഇപ്പം മീഡിയൻ്റെ മുമ്പിൽ വന്ന് വളരെ ക്ലിയർ ആയിട്ട് എയുടെ ചാറ്റ് ആവാം എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടാൽ പോരെ, അതെൻ്റെ ചാറ്റ് അല്ല, അത് എയുടെ ചാറ്റാണ് എന്നുള്ളത്. ആൻഡ് ഞാൻ ഇവിടെ പറഞ്ഞു എന്താണ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. ഞാൻ ആ സ്ക്രീൻഷോട്ട് കണ്ടതാണ്. ആ സ്ക്രീൻഷോട്ടിൽ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഫോട്ടോസ് കാണുന്നു, അത് രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുള്ള സ്റ്റോറി ഫോട്ടോസ്. ആ ഫോട്ടോസിന് ഹാർട്ട് കമൻറ്റ് ഇടുന്നു, എന്നിട്ട് നാട്ടിൽ വന്നാൽ മീറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു, പറയും. ആൻഡ് അത് തികച്ചും രേണുവിൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. രേണു ഏത് വ്യക്തിനെ കാണണം, കാണണ്ട, പോകണോ പോണ്ടേ എന്നുള്ളത്. എന്നാലും സ്തുതിമന്ത്രം ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് മാത്രം. ആൻഡ് അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ആരുമായിട്ട് റിലേഷൻ ആവണം, എങ്ങനെ റിലേഷൻ ആവണം, എന്ത് ചെയ്യണം ഒക്കെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. രേണുവിൻ്റെ ഇൻട്രസ്റ്റ് ആണ് രേണു ആരുടെ കൂടെ പോകണം, എന്താക്കണം എന്നുള്ളത്. പക്ഷെ രേണു സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ട്, ലൈക്ക് സുധിയേട്ടനാണ് എൻ്റെ ലോകം, സുധിയേട്ടനാണ് എൻ്റെ ജീവിതം. അങ്ങനെ ചെയ്യുന്ന രേണുവിൻ്റെ സൈഡിൽ നിന്ന് ഇത് കാണുന്നത് കൊണ്ടാണ് ഇത്രത്തോളം ക്വസ്റ്റ്യൻ രേണുവിന് വരുന്നത്. നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒരു ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ, ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവിൽ, നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടിട്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവിച്ചെന്നാണ്. ആദ്യമായിട്ടാണ് ഇത്രയും തങ്കപ്പെട്ട ഒരു സെലിബ്രിറ്റീനെ ഞാൻ എൻ്റെ ലൈഫ് കാണുന്നത്. ചായ കുടിക്കണോ, കോഫിക്ക് പോകണോ, അല്ലെങ്കിൽ ചായയും കോഫി രണ്ടാണല്ലോ അല്ലേ, കോഫിക്ക് പോകണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രൈവ് പോകണോ, ഞാൻ ഓക്കെയാ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. എടോ അറിയില്ല, ഈ ഒരു ഓഫർ വല്ല ലാലേട്ടനോ മമ്മൂട്ടിയോ ഒക്കെ തരികയാണെങ്കിൽ ജനലക്ഷം ആൾക്കാർ പോകും. രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഫാൻ ബേസിസിൽ നിൽക്കുന്ന ഒരുപാട് ആളുണ്ട്, വേറെ അപ്രോച്ചിൽ നിൽക്കുന്ന ആളുണ്ട്. അത് ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല പറയുന്നത്. ഒരു പെണ്ണൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിക് പ്രൊഫൈലിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ പലതരത്തിലുള്ള കമൻസ് വരുന്ന പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് എൻ്റെ വീഡിയോയുടെ താഴെ ഒരുത്തൻ കമൻറ്റ് ഇട്ടിരുന്നു, ഞാനത് പിൻ ചെയ്ത് വെച്ചു എന്ന് തോന്നുന്നു, ചേച്ചിക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ച്. അതിൻ്റെ താഴെയും പല നെഗറ്റീവ് ആ കമൻറ്റിനുള്ള റിപ്ലൈ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കൊടുത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് കരുതി വിട്ട് ഒഴിവാക്കി. കാരണം അങ്ങനത്തെ ഏറ്റങ്ങളോട് പണ്ട് കാര്യമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഗുഡ് ഇൻറ്റൻഷൻ ആവണമെന്നില്ല. അപ്പോൾ ഈ ഗുഡ് ഇൻറ്റൻഷൻ ഇല്ലാത്ത കാറ്റഗറി ഓഫ് ആൾക്കാരാണ് കമ്മിങ് വിത്ത് യു ഫോർ എ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സേഫ്റ്റിയാണുള്ളത്? ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിൽക്കുന്ന ആൾക്കാർ വരുന്ന കമൻറ്റ് പറയുകയാണ് ചായയും കാപ്പിയും അതും ഇതും കുടിക്കാൻ കോൺടാക്ട് മൈ മാനേജർ എന്ന് പറയുന്നത്. ഒരു 100 ആൾ കോൺടാക്ട് ചെയ്ത് ഈ 100 ആളുടെ കൂടെ രേണു പോകാൻ നിൽക്കുകയാണോ? ഈ 100 ആളിൽ ഒരാൾ രേണുവിനോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പറയും അച്ഛനെയും അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോകുന്നതാണോ? അല്ല, എനിക്കറിയില്ല. എടാ, ഈ ഇങ്ങനത്തെ രീതിയിലുള്ള ചില ന്യായീകരണങ്ങൾ കാണുന്ന സമയത്താണ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാണ്ട് വരിക. എനിക്കറിയില്ല എത്ര പേര് ഈ ന്യായീകരണം അങ്ങ് അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പേര് ഇതിനെ അങ്ങ് പൂർണ്ണമായി തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ അങ്ങ് സ്വീകരിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒട്ടും അറിയില്ല ഗൈസ്, ഒട്ടുമേ യോജിക്കാൻ സാധിക്കുന്നില്ല. മേ ബി ഇറ്റ്സ് മൈ പ്രോബ്ലം. വിളിച്ചു, ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ വിളിച്ചു. അമ്മ, ഞാനിപ്പോൾ ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവണം, നമ്പർ സേവ് ഇടല്ല, വാട്സപ്പിൽ മാത്രമേ സേവ് ചെയ്യൂ. ഹലോ, എന്താ കിച്ചു അമ്മ, ഞാൻ കുഞ്ഞിനെ കൊണ്ടത് പുറത്ത് പോയിക്കോട്ടെ ഇറതപ്പോൾ. ഞാൻ പിന്നെ പോയിക്കോ, നിൻ്റെ അനിയല്ലേ, നീ കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോകാം. അമ്മ എപ്പോഴാണ് വരിക? ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു പ്രൊമോഷന് ഭാഗമായിട്ട് നിൽക്കുക, ഞാൻ വരാം, ഉച്ച കഴിഞ്ഞ് വരാം. ഓക്കെ അമ്മേനെ വിളിച്ചു. അപ്പോൾ ചാറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രേണു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തായാലും കേട്ടല്ലോ. അപ്പം അതവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പായി ഡിസ്കഷൻ ഉണ്ടായിരുന്ന വേറൊരു കോൺട്രവേഴ്സി ആയിരുന്നു കിച്ചുവിൻ്റെ ഒരു വ്ളോഗ്. കിച്ചു ഋതപ്പനെ കാണാൻ പോകുന്ന സമയത്ത് ഒരു വ്ളോഗ് ഇട്ടിരുന്നു. ആ വ്ളോഗിൽ കിച്ചു പറയുന്നുണ്ട്, ഞാൻ കൊച്ചിനെയും കൊണ്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പം അമ്മേനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ കിച്ചു അമ്മേനെ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ അടുത്തൊരു ചർച്ചാ വിഷയം. രേണു പറഞ്ഞ ഒരു റിപ്ലൈ എനിക്കിതിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം കിച്ചുവും ഞാനും തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെങ്കിലും കിച്ചുവിൻ്റെ അനിയനാണ് ഋതപ്പൻ. അപ്പോൾ ഋതപ്പനെ കൊണ്ടുപോയിക്കോട്ടെ, സേഫായിട്ട് പോ, സേഫായിട്ട് തിരിച്ചു വാ എന്ന് പറയുന്ന ഒരു സാധനം. ഈ തങ്കച്ചൻ എന്ന് പറയുന്ന രേണുവിൻ്റെ അച്ഛന് കിച്ചു രേണുവിനോട് ചെയ്തൊരു കാര്യത്തിൽ ഉണ്ടാവുന്ന ഒരു ഹെയ്റ്റാണ് ആ പുള്ളിക്കാരൻ ഋതപ്പനെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞത്. ആ ഒരു സാധനം രേണു കാണിച്ചില്ല. കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാം. കാരണം കിച്ചു വരുമ്പോൾ വ്ളോഗ് എടുക്കും എന്നുള്ള കാര്യം രേണുവിനറിയാം.
ഋതപ്പനെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ കിച്ചു ഓഫ് കോഴ്സ് വ്ളോഗിൽ പറയും അമ്മ എന്നെ ഋതപ്പൻ്റെ കൂടെ വിട്ടില്ല എന്ന്. അത് മനസ്സിലാക്കി അതൊരു ഡിസ്കഷൻ ആവേണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം രേണു വിട്ടത്. എന്തായാലും രേണു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോ അറിയില്ല, വാട്സപ്പിൽ അവൻ്റെ നമ്പർ ഉണ്ട്, കോൺടാക്റ്റിൽ നമ്പർ ഇല്ല എന്നുള്ളത്. അതെന്ത് സിസ്റ്റമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ആരുടെ നമ്പറാണെങ്കിലും ആദ്യം കോൺടാക്റ്റിലോട്ടാണ് സേവ് ചെയ്യുക, അതിന് ശേഷമാണ് നമ്മൾ വാട്സപ്പിലോട്ട് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോണമെന്ന്. അമ്മ മോൻ ബന്ധം, മോന് വേണ്ടി ജീവിക്കുന്ന അമ്മ, മോന് ഇടയ്ക്കിടയ്ക്ക് പൈസ ഇട്ട് കൊടുക്കുന്ന അമ്മ, മോനാണ് മന്ത്രം. ബാക്കിയുള്ള അമ്മമാർ വെച്ച് നോക്കുമ്പോൾ മോനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അമ്മ എന്ന നിലയിൽ മോൻ്റെ നമ്പർ പോലും സേവ് ചെയ്തില്ലേ എന്നാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് കിച്ചു ഇപ്പം വിളിക്കാത്തതിലും വരാത്തതിലൊക്കെ. അങ്ങനെ വിഷമമില്ല. ഞാൻ പറഞ്ഞില്ല, അവൻ്റെ ഇഷ്ടമാണ് വിളിക്കാതിരിക്കാൻ. വിളിച്ചല്ലോ, ടൈം ഉണ്ടായിരുന്നു, സമയമില്ലല്ലോ, എനിക്കുമില്ല അവനില്ല. മീഡിയക്കാരെ നൈസായിട്ട് ഒരു 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 ഒന്ന് ചൊറിഞ്ഞാലോ മാന്തിയാലോ അല്ലെ പുതിയൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്താലോ എന്ന് കരുതിയാൽ, പക്ഷെ എന്താ അറിയില്ല, ഒത്തില്ല. രേണു ചേച്ചി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ സീനൊന്നുമില്ല, എന്തായാലും അവൻ വിളിച്ചല്ലോ, ഓക്കെ. നമുക്ക് ആദ്യം അറിയായിരുന്നു നിങ്ങൾക്ക് ഈ കമ്മിറ്റ്മെൻ്റ് ഒന്നും കിച്ചുവിൻ്റെ അടുത്തില്ലാന്ന്. ഇപ്പോഴെങ്കിൽ അതൊന്ന് സമ്മതിച്ചല്ലോ, അത് മാത്രമേ ഉള്ളൂ. കാരണം രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ആൾ ജെനുവിനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു വിഷയമില്ല. ആള് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണിക്കുന്നത് സുധീനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭാര്യ ഫേസും, കിച്ചുവിന് വേണ്ടി കിച്ചു ആണ് എൻ്റെ ഹൃദയം, കിച്ചുവും ഞാനും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്, ബോണ്ടിങ് ആണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം. ഈ രണ്ട് സാധനമാണ് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും കരുതുക എന്താണ്, ഇതാണ് രേണു എന്നാണ്. പക്ഷേ ഇവിടെ സ്വന്തം മകൻ്റെ നമ്പർ സേവ് ചെയ്തില്ല. അപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം രേണു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണോ? എന്തുകൊണ്ടാണ് രേണുവിൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ പോലും മകൻ്റെ നമ്പർ ഇല്ലാത്തത്? ഇത്ര പറഞ്ഞാൽ മതി, എനിക്ക് അവനോട് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല, പൈസ കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്, അതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തീർന്നു. വേറെ അവിടെ ചോദ്യമല്ല, വർത്താനമല്ല, ഡയലോഗില്ല. പകരം കിച്ചു മന്ത്രം ജപിക്കുക, കിച്ചു ആണ് എൻ്റെ എല്ലാം. എനിക്ക് ഇതിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. രേണു ഫെൽ ഇൻ ലവിനോ അല്ലെ രേണു ഡേറ്റ് ചെയ്യുന്നതിനോ ഒന്നും ദിസ് ഇസ് നോട്ട് സംതിങ് ദറ്റ് എഫക്ട് മീ. പക്ഷെ ഞാൻ പറയുന്നത്, ആളെന്ന് പറയുന്ന ഒരു വ്യക്തി മീഡിയയിൽ കാണിക്കുന്ന ഒരു ഫേസ് ഉണ്ട്. പല വ്യക്തികളും നമ്മളോട് പറയുന്ന കാര്യമാണ്, രേണു എന്താണ് കുട്ടികളെ വളർത്താൻ വേണ്ടി ജീവിക്കുന്ന ആൾ, നിങ്ങൾ മീഡിയക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് ഇത്രയൊക്കെ ആയിട്ടും റിയാലിറ്റി മനസ്സിലാവുന്നില്ലേ? എനിക്ക് തോന്നുന്നു ഈ 1-2 റീൽസ് സ്ക്രോൾ ചെയ്യുന്നവരാണ് ഈ പറയുന്നത്. എന്നാൽ രേണുവിൻ്റെ കണ്ടന്റുകളും രേണുവിൻ്റെ കളികളും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് മനസ്സിലാക്കാത്ത ഈ കളീനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത കുറേ ടീമാണ് സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻ. അപ്പം മേജർ ചാറ്റ് കഴിഞ്ഞു, കിച്ചു കഴിഞ്ഞു, ഇനി അടുത്തതാണ് സബ്സ്ക്രിപ്ഷൻ. പിന്നെ സബ്സ്ക്രിപ്ഷൻ എത്രയായി, എന്താണ് അവസ്ഥ? പേയ്മെന്റ് നോ കമന്റ്, ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ഉള്ളായിരുന്നൊരു ഫേസ്ബുക്ക് പേജില്ലേ, അത് ഹാക്ക് ചെയ്ത് അടിച്ച് തകർത്തോണ്ടിരിക്കും. എനിക്കൊന്നും പറയാനില്ല. ഫേസ്ബുക്ക് പേജ് പോയോ? എപ്പോഴും പൊക്കോട്ടെ, ഡേറ്റ്. ഓ മൈ ഗോഡ്, സബ്സ്ക്രിപ്ഷനെ പറ്റി ചോദിച്ചപ്പോൾ രേണു ചേച്ചിക്ക് ഒന്നും പറയാനില്ല. എന്തുവാ ഞാൻ ഈ കേൾക്കുന്നത്? എന്ത് ഈ ലോകത്തിനെ പറ്റി? ഇതെൻ്റെ രേണു ചേച്ചിയാണോ? എൻ്റെ രേണു ചേച്ചിൻ്റെ വായിൽ നിന്ന് വീണിട്ടുള്ള മുത്തുമണികൾ വാക്കാണോ ഇത്? സീരിയസ്ലി ഗൈസ്, ഇസ് ദിസ് രേണു സുധി? ഐ കാൻ ഈവൻ ബിലീവ്. കാരണം രേണു ചേച്ചിക്ക് മനസ്സിലായേ, രേണു ചേച്ചിൻ്റെ ഈ വെറുപ്പിക്കൽ കളി കൊണ്ട് തന്നെ ഫേസ്ബുക്ക് ഏതോ ഒരു ലോകത്തോട്ട് മാഞ്ഞു പോയി. ഇതേ കളി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിലും തീരുമാനമാവുമെന്നറിയാം. കാരണം 3 ലക്ഷം 2 ലക്ഷത്തിൻ്റെ അടുത്ത് പൈസ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട ഓരോ ഫോട്ടോസും വീഡിയോസും അത് കാണിച്ചു ഇത് കാണിച്ചൊക്കെ. പിന്നെ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അതും കൂടെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ചേച്ചി പറയണ്ട, സബ്സ്ക്രിപ്ഷൻ കുറച്ച് റെസ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി സബ്സ്ക്രിപ്ഷൻ ടോക്ക് എന്തായാലും ഉണ്ടാവില്ല. ഇനി 2 വീഡിയോസും കൂടെ കണ്ട് അവസാനിപ്പിക്കും. നിക്കർ ഇടാറുണ്ടല്ലോ. അല്ല, നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ? നിക്കർ വിധവ, അതിനെന്താ? അതൊന്നും പ്രശ്നമല്ലേ? എനിക്കെന്ത് പ്രശ്നം? ഇനിയിപ്പം എന്നാ വിളിച്ചാലും നോ പ്രോബ്ലം, ഹാപ്പി. എന്നാ വിളിച്ചാലും രേണു ചേച്ചി ഹാപ്പിയാണ്, ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്ന് വിളിച്ചാലല്ലേ ചേച്ചിക്ക് ഒരു റീച്ച് ഉണ്ടാവും. ആ റീച്ച് വഴിയല്ലേ ഉണ്ടാക്കാൻ പറ്റുമോ? രേണു ചേച്ചിക്ക് ഏറ്റവും റീച്ച് തരുന്ന ആരാ? നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാ. ഞങ്ങളുടെ വീഡിയോ കൊണ്ടാണ് ചേച്ചിക്ക് റീച്ച് ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ റീച്ച് കൊണ്ടാണ് ചേച്ചി അരി വാങ്ങി തിന്നുന്നത്. പിന്നെ ഈ വേർഡ് വിളിക്കുന്ന സമയത്ത് എന്തേലും പറയാണ്ട് നിൽക്കും. അടുത്തതായി രേണുസുധി സപ്പോർട്ടേഴ്സിന് വേണ്ടി ഞാൻ കാണിക്കുന്നു രേണുസുധി ചേച്ചിയുടെ നിഷ്കളങ്കമായ ജീവിതം.
രേണു ഇപ്പൊ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരാള്, അപ്പൊ ആർഭാട ജീവിതത്തിലോട്ട് പോയോ? ഒരിക്കലും ഇല്ല. എന്നിട്ടാണോ എനിക്ക് ഗിഫ്റ്റ് തന്ന എനിക്ക് ഏറ്റവും വളരെപ്പെട്ട വേണ്ടപ്പെട്ട എൻ്റെ ഒരു പെൺ സുഹൃത്താണ് ദയാഗായത്രി തന്ന ഗിഫ്റ്റാണ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ അവരെ. എൻ്റെ പെൺ സുഹൃത്ത് ദയാഗായത്രി, ദീദി സാദി, അങ്ങനെ കുറെ പേരുണ്ട് എനിക്ക്. പിന്നെ നമ്മുടെ നാദിറ, അവരൊക്കെ എന്റെ ഫ്രണ്ട്സാണ്. ദയ തന്ന ഡ്രസ്സാണ്. സന്തോഷത്തോടു കൂടി വന്നു, ഇട്ടുകൊണ്ട് വന്നു. എന്താ കൊളാബ് വന്നാണോ അതോ ഫ്രീ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ്? കൊളാബ് എന്ത് ഫ്രീ? ഫ്രണ്ട്ഷിപ്പ് ഫ്രീ എന്നൊക്കെ പറയാം. നമ്മൾ ഒരാൾ സന്തോഷത്തോടു കൂടി തരുന്ന ഫ്രീ ആണ്. അവരുടെ സന്തോഷം, അവർക്കൊരു എത്രയൊക്കെ പൈസക്കാരിയാണെങ്കിലും ഞാൻ ലളിതമായ ജീവിതമാണ്. ഇതിലിപ്പോൾ രേണു ചേച്ചി 2 പോസിറ്റിവിറ്റി ഇട്ട് തന്നു. ഒന്ന്, ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ദയാഗായത്രീനെ പെണ്ണ് എന്ന് വിളിച്ചു. അപ്പോൾ ഓഫ് കോഴ്സ് എല്ലാ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് അവരെ വുമണായിട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ചേച്ചി സ്പ്രെഡ് ചെയ്തു. രണ്ടാമത്തെ ഒരു സാധനമാണ് ദയാഗായത്രി എനിക്ക് തന്ന ലവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. ഇത് ലൈക്ക് മേ ബി ഇഫ് ഇറ്റ്സ് ട്രൂ, ആളുടെ ഹാർട്ടിൽ നിന്ന് വന്ന സത്യസന്ധമായ ഒരു കാര്യമാണെങ്കിൽ ഹാർട്ട്സ് ഓഫ് രേണു. അല്ല ഇതൊരു ഫേക്കിംഗ് അപ്പ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഗേൾ കളിച്ചതാണെങ്കിൽ യു ആർ എ റിയൽ സോഷ്യൽ മീഡിയ ഗെയിമർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ വീഡിയോ ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഇല്ല. ബിക്കോസ് നാളെയാണ് പരിപാടി കാലിക്കറ്റിൽ വെച്ചിട്ട്. സോ ഐ വിൽ ബി സോ ബിസി. അത് കഴിഞ്ഞ് ഫ്രം മറ്റന്നാൾ ഓൺവേർഡ്സ് വിൽ ബി ഓൺ ദ ട്രാക്ക്. സോ ഗൈസ് ഡു വാച്ച്. ബൈ.